കഞ്ചാവ് കടത്താൻ സമ്മതിക്കാത്ത ഓട്ടോ ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. പാലക്കാട് വടവന്നൂർ സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ അബ്ബാസിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് 3 പേരെ പിടികൂടി. കഴിഞ്ഞ മാർച്ച് 1 വൈകിട്ട് 4:30 സംഭവം. 3 പേർ പാലക്കാട് കൂട്ടുപാതയിലേക്ക് പോകാൻ അബ്ബാസിന്റെ ഓട്ടോയിൽ കയറി. കൂട്ടുപാതയിൽ നിന്നും ആളൊഴിഞ്ഞ കാടു നിറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും കഴുത്തിന് പിടിച്ച് മർദ്ദിച്ചെന്നും അബ്ബാസ് പറഞ്ഞു. കഞ്ചാവ് കടത്താനാണെന്ന് പറഞ്ഞപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞതോടെ കൂടുതൽ പേർ ചേർന്ന് വീണ്ടും മർദ്ദിച്ചെന്ന് അബ്ബാസ് കൂട്ടിച്ചേർത്തു. കാട്ടിൻ്റെ ഉള്ളിലേക്ക് വണ്ടി വിടാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ കാര്യം ചോദിച്ചു. ഇല്ല അങ്ങോട്ട് വിടണം, ഒരു സാധനം എടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം ചോദിച്ചു. ഞാൻ വണ്ടി നിർത്തിയപ്പോൾ അവൻ പറഞ്ഞു വണ്ടി വിടാ പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി വണ്ടി വീട്ടിലേക്കും കൊല്ലുന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഷോൾഡറിൽ പിടിച്ച് പൊള്ളയിൽ പിടിച്ച് അമർത്തൊക്കെ ചെയ്ത് വണ്ടി നേരെ മുന്നോട്ട് കാട്ടിലേക്ക് വിട്ടു. കാട്ടിലേക്ക് അവരായിട്ട് ബലം പ്രയോഗിച്ച് എന്നെ വണ്ടി എടുക്കാൻ വെച്ചു. പ്ലസ് പോകുന്ന വഴിക്ക് തന്നെയാണ് ആ വണ്ടിനുള്ളിൽ ഇരുന്ന 3 പേരും എൻ്റെ 2 ചെവിക്ക് അടിച്ചിട്ട് എൻ്റെ കണ്ണും മുഖമൊക്കെ അടിച്ച് പൊട്ടിച്ച്. ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ 3 പേരെ പാലക്കാട് കസബ പോലീസ് പിടികൂടി. ചന്ദ്രനഗർ സ്വദേശികളായ ജിതിൻ എന്ന ജിത്തു, അനീഷ്, കൂട്ടുപാത സ്വദേശി സ്മികേഷ് എന്ന ഷാജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതികൾക്ക് സ്മികേഷ് എന്ന് പറയുന്ന ആൾക്ക് ആന്ധ്രയിലെ ഒരു 120 കിലോ കഞ്ചാവ് കേസിലെ പ്രതിയാണ്. ജിത്തു എന്ന് പറയുന്ന പയ്യന് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ 4 കിലോ കഞ്ചാവ് പിടിച്ച കേസിലെ പ്രതിയാണ്. അതുപോലെ തന്നെ കൊലപാതക ശ്രമം പോലെയുള്ള കേസുകളിലെല്ലാം തന്നെ പ്രതികളാണ് ഈ പിടിക്കപ്പെട്ടവരിൽ 2 പേര്. പിടിയിലായ 3 നിരവധി ലഹരിക്കടത്ത കേസിലും അടിപിടി കേസിലും പ്രതികളാണ്. സംഭവത്തിൽ കൂടുതൽ പ്രതികളുണ്ടെന്നും അവർക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. കൈരളി ന്യൂസ്, പാലക്കാട്.